കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ കൈകോർത്ത് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. സുരക്ഷിത സമൂഹം വാർത്തെടുക്കാം എന്ന സന്ദേശമുയർത്തി കോതമംഗലം സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മോട്ടോർ വാഹന വകുപ്പും എക്സൈസ് വകുപ്പും സംയുക്തമായി മിനി സിവിൽ സ്റ്റേഷൻ കോൺഫറൻസ് ഹാളിൽ നടത്തിയ പരിപാടി കോതമംഗലം എംഎൽഎ ഷിബു തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് സ്കൂളുകളിൽ പോലും ലഹരി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥ വർദ്ധിച്ചു വരുന്നു. കുട്ടികൾ പോലും ഇന്ന് ലഹരിക്കടത്തിന് അതിൻ്റെ വാഹകരായി മാറുന്ന ഒരു അവസ്ഥ, കാരിയേഴ്സായി മാറുന്ന ഒരു അവസ്ഥ നമുക്ക് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിയും. അപ്പോൾ കുട്ടികൾ വരെ ഇതിൻ്റെ വിപണനത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരിടുന്ന വലിയ വിപത്തിൻ്റെ വ്യാപ്തി നമുക്ക് ബോധ്യപ്പെടും. എല്ലാ തരത്തിലുമുള്ള ഒരു വലിയ ദുരിതമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, അടുത്ത കാലത്തുണ്ടായിട്ടുള്ള കൊലപാതകങ്ങൾ, കുടുംബ കലഹങ്ങൾ, കുടുംബത്തിലുണ്ടായിട്ടുള്ള വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും ഇതെല്ലാം പരിശോധിക്കുമ്പോൾ 90% ലഹരിയുടെ പേരിലാണ് ഈ കൊലപാതകങ്ങളും അതോടൊപ്പം തന്നെ വലിയ പ്രതിസന്ധികളും ഓരോ കുടുംബത്തിലും നേരിടുന്നത് നമുക്ക് കാണാൻ കഴിയും. അമ്മയെ കൊല്ലാൻ മടിയില്ലാത്ത മകൻ, ഭാര്യയെ കൊല്ലാൻ മടിയില്ലാത്ത ഭർത്താവ്, ആ നിലയിലുള്ള വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട് പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇതിനെതിരെയുള്ള വലിയ പോരാട്ടം നമുക്ക് ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഇബ്രാഹിം KS ക്ലാസിന് നേതൃത്വം നൽകി. ലഹരിയുടെ ദൂഷ്യഫലങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗം സൃഷ്ടിക്കുന്ന സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങൾ, യുവജനങ്ങൾ ലഹരിയിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ബോധവൽക്കരണം നടത്തി. റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ സലീം വിജയകുമാർ, വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ഷിബു കുര്യാക്കോസ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ നേതൃത്വം നൽകി. ആന്റി ഡ്രഗ്സ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം തൂഫാൻ എന്നൊരു പദ്ധതി ആവിഷ്കരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ലഹരി മാഫിയയെ അടിച്ചമർത്തുവാൻ വേണ്ടി, ലഹരി ഉപയോഗം ഇല്ലാതാക്കുവാൻ വേണ്ടി ഏതെല്ലാം തരത്തിൽ അത് ക്ലാസുകൾ നടത്തിയും അല്ലാത്ത രീതിയിലും ഒക്കെ ഏതൊക്കെ തരത്തിൽ ബോധവാന്മാരാക്കാം എന്നും ചിന്തിച്ചുകൊണ്ട് നടത്തുന്ന പ്രോഗ്രാമിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്നും ഇവിടെ മോട്ടോർ വാഹന വകുപ്പും എക്സൈസ് വകുപ്പും ഒക്കെ ചേർന്ന് ഇതുപോലൊരു ക്ലാസ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ലഹരി എന്നത് ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണ്. ഞാൻ നമ്മുടെ ഇബ്രാഹിം സാറ് ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ലഹരി മോശമാണെന്നല്ല പറഞ്ഞത്, പക്ഷെ മറിച്ച് നാം നേടുന്ന നേട്ടങ്ങളെ കുറിച്ച് പറയുകയും ലഹരി കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തു. വളരെ നല്ല ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. നിങ്ങളൊക്കെ കുട്ടികളാണ്, നിങ്ങളുടെ ഭാവിയുടെ വാഗ്ദാനങ്ങളാണ്, നിങ്ങളാണ് നാളെ ഈ ലോകം നയിക്കേണ്ടവർ. അദ്ദേഹം പറഞ്ഞു പല പ്രമുഖ വ്യക്തികളെ കുറിച്ചുമൊക്കെ, വാട്സപ്പിന്റെയും ഫേസ്ബുക്കിന്റെയും എല്ലാ CEO-മാരെ കുറിച്ചൊക്കെ പറഞ്ഞു. അവരൊക്കെ ഈ ലഹരി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് അവർ എത്തി നിൽക്കുന്ന നേട്ടത്തിലേക്ക് അവർക്ക് എത്തുവാൻ സാധിക്കുകയില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം.